വെൽക്കം ബാക്ക് ടു മിയ ആൻഡ് സ്മൃതി വ്ളോഗ്സ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഇൻ്റർവെല്ലിന് ശേഷം ഒരു വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു റോസ്റ്ററിൻ്റെ ദോശത്തവ ഫീഡ്ബാക്കിനെ പറ്റിയാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഫസ്റ്റ് അൺബോക്സിങ് ആൻഡ് ജസ്റ്റ് ഒരു സ്മോൾ ഫീഡ്ബാക്ക് വീഡിയോ. അങ്ങനെ നമ്മുടെ ഐറ്റം വന്നിരിക്കുകയാണ്, നമ്മളെ കാസ്റ്റ് അയൺ ദോശ തവ. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി ദോശക്കാലം കുറേ നാളത്തേക്ക്. കാസ്റ്റ് അയണിൻ്റെ പ്രോഡക്റ്റാണ്, നല്ല ഹെവിയാണ് ആക്ച്വലി. താഴെ വീണ പൊട്ടും, അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. നല്ല ചൂട് നിൽക്കുകയും ചെയ്യും. ഗീ റോസ്റ്റ്, മസാല ദോശ, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു ഓംലെറ്റാണ് ഫസ്റ്റ്. മുട്ട ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും, ദോശയൊക്കെ ഇളകി വരാൻ എളുപ്പമായിരിക്കും. കല്ല് സോഫ്റ്റ് ആവും, ഐ മീൻ എടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട്. നല്ല വെയിറ്റുള്ള സാധനമാണ്. സോ അൺബോക്സിങ് ചെയ്തത് മിസ്റ്റർ ഹബ്ബിയാണ്. ഓക്കെ, സോ അപ്പം നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളൊരു ഓംലെറ്റ് വെക്കുന്നതായിരിക്കണം നെക്സ്റ്റ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നാട്ടിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും മിസ്സായി പോകുന്നതുണ്ട് വാങ്ങിക്കാനായിട്ട്. ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയിട്ട് കുറേ നാളായിട്ട് പറയാണ് കാസ്റ്റ് അയണിൻ്റെ ദോശതവ മേടിക്കണമെന്ന്. നാട്ടിൽ പോവും, പിന്നെ വേറൊരു മൂഡാവും, പിന്നെ അതൊന്നും വാങ്ങിക്കില്ല, മറന്നു പോവും, തിരിച്ചു വരും. അതാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അമ്മ തന്നെ ആമസോണിൽ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ റോസ്റ്റൻ്റെ ദോശത്തവ 12 ഇഞ്ചിൻ്റെ ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഫീഡ്ബാക്കിനെ പറ്റിയാണ്. റോസ്റ്റൻ്റെ തന്നെ ദോശത്തവയും ഉണ്ട്, വേറെ പല യൂട്ടൻസിൽസും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇനി മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കം ലെറ്റ്സ് വാച്ച് മൈ വീഡിയോ, സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും റോസ്റ്റൻ്റെ ഏതെങ്കിലും പ്രോഡക്ട്സോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഫീഡ്ബാക്ക്, എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ്, അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ്? കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ തവ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും താഴെ വീഴാതെ നോക്കണം, പെട്ടെന്ന് പൊട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സജഷനും കുറച്ച് ഫീഡ്ബാക്സും ഉണ്ടെങ്കിൽ പറയുക. ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് എങ്ങനെയാണ്, ഹെൽത്തി ആണോ? എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നോൺ സ്റ്റിക്ക് ഈ നമ്മൾ തവ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് ആണെന്ന്. ഞാൻ UAE വാങ്ങിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം നാട്ടിൽ പോയി വാങ്ങിക്കാൻ ചോദിച്ചത്. ഫസ്റ്റ് തവയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയണം. അതുപോലെ തന്നെ ഇതിൻ്റെ റോസ്റ്റൻ പ്രോഡക്ട്സിൻ്റെ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും അവരുടെ ഈ പാക്കറ്റിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നന്നായിട്ട് വാഷ് ചെയ്തു. ക്ലീൻ ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി. ചൂടുവെള്ളത്തിൽ കഴുകണമെന്നല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തു. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് ഇട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം അവരുടെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു എണ്ണ തേച്ചിട്ട് ലോ ഫ്ലെയിമിൽ സ്മോക്ക് വരണ വരെ ചൂടാക്കിയെടുക്കാൻ. അതുപോലെ ചെയ്യണം. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നാട്ടിൽ പോകുമ്പം സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്?
എന്നെ സംബന്ധിച്ച് ഞാൻ മിക്കവാറും നാട്ടിൽ പോകുമ്പം മെയിനായിട്ട് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന പുട്ടുപൊടി, ഒരു അപ്പൂപ്പൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിയുണ്ട്, ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ് ആ പുട്ടുപൊടി. പിന്നെ പാത്രങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ മറന്നൊക്കെ പോവും. പിന്നെ കുറച്ച് തവ അങ്ങനെയൊക്കെ ഉള്ളത്. കാര്യം നാട്ടിൽ പോകുമ്പോൾ അമ്മ തന്നെ കുറേ വീട്ടിലുള്ള കുറേ പാത്രങ്ങൾ തരും. അമ്മയ്ക്ക് നൊസ്റ്റു അടിച്ച കുറേ പാത്രങ്ങൾ, പണ്ടത്തെ പാത്രങ്ങളൊക്കെ തരും. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് എല്ലാവരും പറയുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യരുതെന്നും. അങ്ങനെ കാസ്റ്റ് ആൻഡ് പ്രോഡക്റ്റ്സ് ആണ് ഇപ്പം മെയിനായിട്ട് അമ്മയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ദോശത്തവയെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്. ദോശത്തവ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാസ്റ്റ് ആൻഡ് പ്രോഡക്ട്സ്, ബാക്കിയുള്ള യൂട്ടൻസിൽസ് മേടിക്കാനാണ് പ്ലാൻ. പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ നാട്ടിൽ പോകുമ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ പ്രവാസികൾക്ക്, നമ്മൾ യു എയിലുള്ളവർക്ക് പൊതുവേ നമുക്ക് ഇത്തരം സാധനങ്ങൾ മിസ് ചെയ്യാറില്ല. ഇതെല്ലാം ഇവിടെയും ആക്സസിബിളാണ്. ഓൺലി ഡിഫറൻസ് നമ്മളെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ബാക്കിയുള്ള പുറം രാജ്യങ്ങളിലുള്ളവർക്കായിരിക്കും ഇങ്ങനെ പാത്രങ്ങളും ഇങ്ങനെ ഇതുപോലത്തെ സ്പൈസസും കിട്ടാനൊക്കെ പൊതുവെ പാടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ സ്മോക്ക് വന്നപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കാണിക്കാം. ഒറ്റ കയ്യിൽ അഭ്യാസമായതുകൊണ്ട് നേരെ എടുക്കാൻ പറ്റിയില്ല ഈ വീഡിയോ. ക്യാമറമാൻ തിരക്കിലായിപ്പോയി, അതുകൊണ്ട് തന്നെ ഒറ്റ കയ്യിൽ പെട്ടെന്ന് ഒപ്പിച്ചെടുത്തു. എന്തായാലും നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടായിരുന്നു ഓംലെറ്റ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നല്ല ചൂട് ഓംലെറ്റ് ടിങ് 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 ടിങ്. അപ്പോൾ ഇതാ ചൂട് പുട്ട്, അമ്മ വറുത്ത മുളക്, കുറച്ച് പയറ് വെച്ചു പുട്ടിൻ്റെ മുകളിൽ കൂടി ഇടുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്: പുട്ട്, പയറ്, പുതിയ തവയിലുണ്ടാക്കിയ നമ്മളുടെ മുട്ട, ഓംലെറ്റ് ആൻഡ് വാട്ട് എൽസ്. പപ്പടം മിസ്സിംഗ് ആണ്. ഞങ്ങൾ പപ്പടം സത്യം പറഞ്ഞ നാട്ടിൽ തന്നിട്ട് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീക്കെൻഡ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ന്യൂ റോസ്റ്റഡ് ദോശത്തവ. അപ്പോൾ നമുക്കൊന്ന് ചൂടായിട്ടൊന്ന് കഴിച്ചു നോക്കാം. നീ ചൂട് പുട്ട് പയറിലിട്ട് ഇങ്ങനെ കുഴയ്ക്കുക, കുറച്ച് മുളകെടുക്കുക, മുളകിനെ എടുത്ത് ഇങ്ങനെ ഇടുക, ആൻഡ് ഓംലെറ്റ് ആൻഡ് അപ്പോൾ സ്റ്റേ ട്യൂൺ. പോയി നിങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ.